അങ്ങനെ ഫൈനലി ഒരുപാട് നീണ്ട കാലത്തെ ലീവിന് ശേഷം വന്നിരിക്കുകയാണ് ഒരു വ്ളോഗ് കേട്ടോ. കാരണം നല്ലോണം ചൂട് ചെയ്യുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, GCC കൺട്രീസിലൊക്കെ മൊത്തം ചൂടായിരുന്നു. കുവൈത്തിൽ നല്ല ചൂട് ചെയ്യുന്നുണ്ട്. നമ്മളെ വീഡിയോയും കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടന്നില്ലായിരുന്നു. ഏകദേശം 1 മാസത്തിന് ശേഷമാണ് വീഡിയോ വരുന്നത്. അപ്പോൾ അത് കാലാവസ്ഥയൊക്കെ ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തണുപ്പാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോ തുടർന്നുണ്ടാവും കേട്ടോ. മാക്സിമം സൂമിങ്ങിലെടുത്താണ് കാണിച്ചു തരാം കേട്ടോ. ആ നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന ആ സാധനം നമ്മൾ ഇതിലൊന്ന് സൂം ചെയ്ത് നോക്കട്ടെ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന്. സൂം ചെയ്ത് പോകുമ്പോൾ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ജസ്റ്റ് നോക്കി നമ്മൾ അൾട്രയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സൂം ചെയ്തിട്ട് സാധനം എടുക്കുന്നത്. മാക്സിമം ഐഫോണിൻ്റെ മാക്സിമം സൂമിങ്ങിൽ നമ്മൾ എടുത്താണ് 50. എങ്ങനെയുണ്ട് സംഭവം? നമ്മൾ സൂം ഔട്ട് ആക്കിയാൽ നേരെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും സംഭവം. കൊള്ളാട്ടോ ഈ സാധനം. ഇപ്പോൾ നിലവിലുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ഐഫോൺ ഈ ഒരു 16 Pro Maxലാണ്. അടിപൊളി സാധനം കേട്ടോ. ഏതായാലും നമ്മൾ വിഷ്വലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സൂമിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ വണ്ടിയിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. സൂം ചെയ്ത് നമ്മൾ ആ ഒരു എയറോപ്ലെയിനും നോക്കി സംഭവം സെറ്റായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളും കൂടി കമൻറ്റ് ചെയ്യട്ടോ. ഫൈനലി 2 കൊല്ലമാകാൻ പോകുന്നു ഞാനിവിടെ വന്നിട്ട് കേട്ടോ. ഏതൊരു എയറോപ്ലെയിനും കൂടി മൊത്തതാണല്ലോ അതാ പോകുന്നു. സംഭവം കൊള്ളല്ലേ? എത്ര ലോങ് എന്നാ നിങ്ങൾ ചിന്തിക്കണോട്ടെ. ഈ സാധനത്തിൻ്റെ പവറേ അങ്ങനെ ചിന്തിക്കുന്നത്. സംഭവം കൊള്ളാം. ഏതായാലും ഞാനിവിടെ വന്നിട്ട് 2 കൊല്ലം ആകാൻ പോകുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. 2 കൊല്ലം ആകാൻ പോകുന്നു കേട്ടോ. ഈ ഒരു വരുന്ന ഡിസംബറിൽ 2 വർഷമാവുന്നത്. ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോകണമല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നാട്ടിൽ പോകുന്നതിനെ പറ്റിയിട്ട് അതൊക്കെ സെറ്റാക്കണം. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പർച്ചേസും കാര്യങ്ങളും കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ നടക്കുകയൊക്കെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു സന്തോഷ വാർത്ത എന്നുള്ളത് എൻ്റെ ലൈഫിൽ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കുവൈത്തിൽ വന്നിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒന്ന് കൂടിയത്. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ആക്റ്റീവ് കൂടിയത്. ഇൻസ്റ്റ വഴി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ വഴി ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈം ഞാൻ കുവൈത്തിൽ വന്നിട്ടാണ്. ഒരുപാട് സന്തോഷമുണ്ട് അതിന്. ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ കുറച്ച് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര്, അവരോട് എനിക്ക് നന്ദി പറയാനുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. മൊത്തത്തിൽ ഈ സാധനമായിട്ടൊന്ന് ഇവിടെ നിന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ 6ാമത്തെ. ഏതായാലും നേരൊക്കെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ പതിവില്ലാണ്ട് നമ്മളെ ഫ്ലാറ്റിൻ്റെ തീ കൂടിയൊക്കെ ഇന്ന് മൊത്തത്തിൽ എയറോപ്ലെയിൻ ഉണ്ട്, കാഴ്ച ഉണ്ട്. അപ്പോൾ എനിക്കൊരുപാട് നന്ദി പറയാനുള്ളത്, എനിക്ക് കുവൈത്തിലെ വ്യൂവേഴ്സാണ് കൂടുതൽ വന്നിട്ടുള്ളത് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് നമ്മളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് സംസാരിക്കാൻ വരുന്നുണ്ട്. ഒരുപാട് ഹാപ്പി കേട്ടോ. കാരണം നമ്മൾ ചെയ്യുന്നൊരു വർക്ക് അതിനൊരു ബെനിഫിറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് വേറെ അനുഭൂതി തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് അറിയും, ഈ ഒരു ഫീൽഡിലുള്ളവർക്ക് അറിയും കേട്ടോ. ഒരുപാട് സന്തോഷം എല്ലാവരോടും. 2 വർഷമൊന്നും പോയതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ കേട്ടോ. ഇവിടെ കയറുമ്പോൾ 21 വയസ്സാണ് തുടക്കം. 21 വയസ്സാണ് തുടക്കം. അപ്പോൾ അതാ പോകുന്ന സമയത്ത് 23 വയസ്സ്. ഇത്ര പെട്ടെന്ന് 2 വർഷം എൻ്റെ ലൈഫിൽ പോയത് ഞാൻ അറിഞ്ഞു കേട്ടോ. പക്ഷേ ഒരുപാട് ഹാപ്പിയാണ്. നമ്മൾ വിചാരിക്കാത്തൊരു കണക്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടോ. കാരണം അങ്ങനെയാണ് നമുക്ക് കിട്ടിയൊരു ജോബും ഒരു ലെവലും. പക്ഷെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയട്ടെ, ബെറ്ററായിട്ട് ഓപ്ഷൻസ് കിട്ടുകയാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല നല്ല ഓപ്ഷൻസ് കിട്ടുകയാണ് നമ്മൾ മാറണം. കാരണം നമുക്കെല്ലാവർക്കും വേണ്ട പൈസയാണ്. നല്ല ജീവിക്കാൻ നല്ലോണം ക്യാഷ് വേണം കേട്ടോ. ഞാൻ പഠിച്ചൊരു പാടാണ്. നമുക്ക് ലൈഫിൽ കിട്ടുന്നത് ഇപ്പോൾ എത്ര കിട്ടിയാലും എനിക്ക് തോന്നുന്നു ആർക്കും തികയില്ല. പക്ഷേ നല്ല ലൈഫിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഉയർച്ചയിലേക്ക് പോകാൻ നോക്കണം. ഒരിക്കൽ നിന്നൊരു ലെവലിൽ നിന്ന് പോയരുത്. നമ്മൾ വളരാൻ നോക്കണ്ട. കിട്ടുന്ന ചാൻസ് ഒക്കെ മുതലാക്കുക. അതാണ് ഞാൻ പറയുള്ളൂ. ഒരു നിമിഷത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയ കണക്ഷൻസ് ഉണ്ടല്ലോ, അത് ചെയ്യാൻ പോവാണ്. 2 വർഷം തന്നെ ഒരു പീരീഡ് നമുക്ക് ചെയ്യാൻ പോകും. ഒരുപാട് നല്ല നല്ല കണക്ഷൻസ് കിട്ടുക. ഈ ഒരു പ്രവാസത്തിൽ കിട്ടുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അതൊരു വലിയൊരു വാല്യുബിൾ ആണ്. കാരണം നമ്മൾ ഫസ്റ്റത്തെ ഒരു പ്രവാസം അത് കിട്ടിയൊരു ആളുകൾ. ഇനിയൊരു ഉപദേശം കൂടി തരാം. ലൈഫിൽ എവിടെയെങ്കിലൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അല്ലാണ്ട് ആരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പണിയെടുത്ത് തരാൻ വരില്ല. ആരും ഒരു ക്യാഷ് തരാനും പോകുന്നില്ല. നിങ്ങൾക്കൊരു സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഞാനത് ചെയ്യും, ഞാനത് അച്ചീവ് ചെയ്യുമെന്നൊക്കെ കേട്ടോ. അല്ലാണ്ടൊന്നും ഗൾഫിൽ വന്നിട്ട് ഒരു കാര്യമില്ല. കയ്യിൽ 5 ക്യാഷ് ഉണ്ടാവില്ല. കാര്യം പറഞ്ഞാൽ ചിലവാകാന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് വെക്കുക, ഇല്ല ഞാൻ നേടുന്നു, എന്നിട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും കാര്യം കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതായാലും ഇത്രയൊക്കെ ഉള്ളൂ. അവസാനിപ്പിക്കുകയാണ്. വല്ലാണ്ട് വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ഒപ്പം നിൽക്കുക, സപ്പോർട്ട് ചെയ്യട്ടോ. തുടർന്ന് നല്ല അടിപൊളി വ്ളോഗ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.